നോക്കൂ, നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് റിവിഷൻ ക്ലാസ് ആണ് എടുക്കുന്നത്. നമ്മൾക്ക് നേരത്തെ അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്, എന്നാലും പലരും മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് 2016 മുതൽ 2026 തുടക്കം വരെ ഈ ടൈം പീരീഡ് ശ്രദ്ധിക്കണം കേട്ടോ. LDFന്റെ ഭരണകാലത്ത് ഉള്ള ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനികളുടെ പേര് മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. ബാക്കി അങ്ങനെ അധികം ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ 10 പേരുടേത് പ്രധാനമായി എടുത്തിട്ടുണ്ട്. 1 MC കമറുദ്ദീൻ, ഏതാ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ്. 2 PC ജോർജ്, വർഗീയ പരാമർശം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. 3 ബിഷപ്പ് ഫ്രാങ്കോ, കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ്. 4 K സുരേന്ദ്രൻ, ശബരിമലയിലെ കലാപശ്രമം. 5 വിൻസെന്റ് MLA. 6 ഇമാം ഷഫീഖ് അൽ ഖസീമി, സ്റ്റൈൽ പേരാണ്, പോക്സോ കേസ്. 7ാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നടൻ ദിലീപ്, നടിയെ ആക്രമിച്ച കേസ്. 8 ബോബി ചെമ്മന്നൂർ, സ്ത്രീത്വത്തെ അപമാനിച്ച കേസ്. ഇത് ഓപ്ഷനായി ബോച്ചെന്ന് കണ്ടാൽ തെറ്റിക്കരുത്, രണ്ടും ഒരാളാണ്. 9 രാഹുൽ ഈശ്വർ, ഇരയെ അപമാനിച്ച കേസ്. 10 കണ്ഠരര് രാജീവരര്, ശബരിമല സ്വർണ്ണക്കൊള്ള. ഇതിൽ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ എന്നൊക്കെ ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കി കറക്റ്റായി എഴുതണം, ഇത് തെറ്റിക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ അഭിമാന നേട്ടങ്ങൾ എന്നുള്ള പോയിന്റ്സിലാണ് ഈ 10 പോയിന്റ് പ്രത്യേകമായി പഠിക്കേണ്ടത്, ആരും മറന്നു പോകരുത്. പിന്നെ 2016 മുമ്പത്തെ ചില വിഷയങ്ങളുണ്ട്, അത് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ വ്യക്തികളില്ല. ഉദാഹരണത്തിന് ഒരു കേസിൽ, പ്രധാനപ്പെട്ട ഒരു കേസിൽ ആഭ്യന്തര വകുപ്പിന് അവരെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് 3 പോലീസുകാരുടെ തലയിലൂടെ കറുത്ത തുണിയിട്ട് ചെരുപ്പുമാല അണിയിച്ച് ക്രിമിനലിനെ കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുപോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊന്നും പരീക്ഷയ്ക്ക് വരില്ല. അതുകൊണ്ട് ഈ കാലഘട്ടം വേണം ഓർത്തു വയ്ക്കാൻ. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ചില ആളുകളുണ്ട്. ഉദാഹരണത്തിന് ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തനെ പോലെയുള്ള ചില കോൺഗ്രസിലെ നേതാക്കൾ, അവരൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്കതും പഠിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നിങ്ങൾ റെഡിൽ മാർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഏതാണ്? സ്വർണം കട്ടവർ ആരാണവര്? കണ്ഠരര് രാജീവരര്. വെരി ഗുഡ്.